ഇന്നും അത്യാവശ്യം ചൂടുള്ള 30 ഡിഗ്രി വരെ പോകുന്ന ഒരു നല്ല ദിവസമാണ്. ഇന്ന് എൻ്റെ വണ്ടി സർവീസിന് കൊടുക്കേണ്ട ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ഞാനും അമ്മയും റെഡി ആയിട്ട് അപ്പന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ അയർ സ്ക്വയർ വിട്ടു. സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല സൺഷൈൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയ കാറ്റുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്വെറ്റർ ഇട്ടിട്ടാണ് പോയത്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ചൂടായിട്ട് നമ്മൾ സ്വെറ്ററൊക്കെ ഊരി കയ്യിൽ പിടിക്കുമായിരുന്നു ചെയ്തത്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഐറിഷ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇവിടെ മലയാളി ഫുഡൊക്കെ കിട്ടുമെങ്കിലും നമുക്ക് കുറച്ച് ദൂരം പോകേണ്ടത് കൊണ്ട് നമ്മൾ അവിടെ നിയർ ബൈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അമ്മയ്ക്ക് ആക്ച്വലി ഇങ്ങനെ ടോസ്റ്റ് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ അയർ സ്ക്വയർ എന്ന് പറയുന്നത് ഗോൾവേ സിറ്റിയുടെ തന്നെ ഒത്ത നടുക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ശരിക്കും അവിടെ സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിൽ ഭയങ്കര കൾച്ചറലായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണുള്ളത്. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ അയർ സ്ക്വയർ സ്ട്രീറ്റൊക്കെ ഭയങ്കര കാലിയായിട്ട് കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഫുൾ ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് കോറിബ് റിവറിലെത്തി. ഞാൻ ആക്ച്വലി കോറിബ് റിവറിൽ ഒറ്റയ്ക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഈ മമ്മി ഉണ്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വരെ നടന്നു വന്നു. പക്ഷേ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. ശരിക്കും പണ്ട് മുതലേ ഞാനും അമ്മയും കൂടെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സിനെ പോലെയാണ്. അമ്മയുടെ വേറൊരു വേർഷൻ തന്നെയാണ് ഞാനെന്ന് വേണേൽ പറയാം. എനിക്കും അമ്മയ്ക്കും ഫോട്ടോസ് ഒരുപാട് എടുക്കാൻ ഇഷ്ടമാണ്, ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്, പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു ടൈപ്പ് ഓഫ് അമ്മ വേർഷനാണ്. ഇത് കോറിബ് റിവറാണ്. ഞങ്ങളവിടെ കുറേ നേരം ഇരുന്നു. ആക്ച്വലി ഒരു 2 മണിക്കൂറോളം ഇരുന്ന് കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭയങ്കര ഒരു വിഷ്വൽ ട്രീറ്റാണ് അവിടെ. ചെറിയ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ലേക്ക് പോലെ ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ശരിക്കും എൻ്റെ പേര് കോറിബ് റിവർ എന്നാണ്. അതിലേക്കൂടെ നടപ്പാതയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പുറം ഇപ്പുറം വെള്ളമായിട്ട് ചെറിയ ഒരു നമ്മുടെ കൊച്ചിൻ ഫോർട്ട് പോലെയൊക്കെ ചെറിയ കപ്പലുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും നല്ല സണ്ണിയായി. നമ്മൾ ദൂരെ നിന്നൊരു ട്രെയിൻ വരുന്നത് കണ്ടു. ഇവിടെ ആണെങ്കിൽ നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ ഒരു ട്രെയിനിൻ്റെ രൂപത്തിലുള്ള ഒരു ബസ്സാണ് ആക്ച്വലി. അത് ഇങ്ങനെ നമ്മൾ ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കൊക്കെ കയറി ഇങ്ങനെ സഞ്ചരിക്കാൻ ഒക്കെ വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. വീക്കെൻഡും സണ്ണി ഡേയും കൂടെ ആയപ്പോഴത്തേക്കിനും ആളുകൾക്കൊക്കെ ഭയങ്കര ആഘോഷമുള്ള രീതിയിലാണ്. അവിടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആളുകൾ കൂടി വന്നു. അങ്ങ് ദൂരെ ഒരു ചെറിയ കപ്പൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു നമ്മൾ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും അയർ സ്ക്വയറിലെ സ്ട്രീറ്റിലൂടെ നടന്നു. അപ്പോഴത്തേക്കും അത്യാവശ്യം ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐറിഷ് ചിപ്സ് മേടിച്ചു, കഴിച്ചു. അതൊരു പ്രത്യേക ഒരു ഫ്ലേവേർഡ് ചിപ്സാണ്. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേനും നമ്മൾ വന്നപ്പോഴത്തേനും അത്യാവശ്യം ആളുകളൊക്കെ ആയി തുടങ്ങി. പിന്നെ അമ്മേനെയും കൊണ്ട് നമ്മുടെ ഒരു ഡേ ടൂറിൻ്റെ ഒരു ബസ്സുണ്ട്. അതിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഞാൻ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ഇതുവരെ ഞാനും ട്രാവൽ ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ ട്രാവൽ ചെയ്യണമെന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടുപേരും അതിനകത്ത് കയറി ഇരുന്നു. ഭയങ്കര രസമാണ്. ഞാൻ ഇവിടെ വന്ന സമയങ്ങളിൽ എനിക്ക് 2 നില ബസ്സിൻ്റെ മുകളിൽ കയറി ഏറ്റവും ഫ്രണ്ടിലിരുന്നിട്ട് ഈ സിറ്റി കൂടി ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവർ ഈ സിറ്റി ടൂർ നമുക്ക് ഫുൾ അവിടെയുള്ള സ്ഥലങ്ങൾ ഫുള്ളും എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ, എന്താണ് എവിടെയാണ് ഏതാണുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും അതിനകത്ത്. അങ്ങനെ വൈകുന്നേരം ഒരു 4-4:30 ആയപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അന്ന് ഭയങ്കര ചൂടായിരുന്നു. ഏറ്റവും ചൂട് കൂടിയൊരു ദിവസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വന്ന് നമ്മളൊരു കുളിയൊക്കെ പാസ്സാക്കി പുറത്ത് നമ്മുടെ തൊട്ട് മുറ്റത്ത് തന്നെ കടലാണ്, ലൈക്ക് കടൽ തീരമാണ്. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഒരു 10:30 ഒക്കെ ആയപ്പോഴത്തേനും കിടന്നു. 10:30 ആയപ്പോഴും നല്ല വെളിച്ചം ഉണ്ടായിരുന്നു.